അതെ, ഇത് എത്ര പേര് കുടിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുടിക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു നാടൻ രീതിയിലുള്ള അവലും വെള്ളമാണ് ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് റീഫ്രഷിങ് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഇത് ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. അവല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മറ്റുള്ള ഡ്രിങ്ക്സിന്റെ പോലെ ഒന്നും അല്ല കേട്ടോ. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, വയറ് ഫുള്ളായിട്ട് അവിടെ നിന്ന്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയോ? ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്നും അടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലുള്ളവർക്ക് കൈകൊണ്ട് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ, കഴുകി വെച്ച അവലിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അവല് കുതിർന്ന് വരുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അവല് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ സാധാരണ ഞാനിതിലേക്ക് പഴം ആഡ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാറാണ്, വെള്ളം ആഡ് ചെയ്തിട്ട്. അപ്പോൾ പഴം ഫുള്ള് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തോണ്ട് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് അവലും ഇതൊക്കെ ഉള്ള മിക്സ് എടുത്തിട്ടൊന്ന് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഇതിലോട്ട് ചീരുള്ളി ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി എന്താ, നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇതൊരു പ്രാവശ്യമെങ്കിലും കുടിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് കുടിച്ചു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഐറ്റം ഇതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ സേവ് ആക്കുക, ട്രൈ ആക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.